എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാം സാറേ നമ്മളെല്ലാം അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നു. എവിടെ ഒറ്റ ഒരുത്തി കാരണമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറയാറുണ്ട്. ചില കേസുകൾ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ മാന്യമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ അത്യാവശ്യം ബെറ്ററായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പറയും നമ്മുടെ ടീം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ടീമിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പാളിപ്പോയി. ആ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാളിപ്പോയാണ് താഴെ നോക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ബ്ലെയിമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ബ്ലഡിന്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഏറ്റെടുക്കാതെ മറ്റൊരാളുടെ തലയെ കൊണ്ട് വെക്കാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ദൈവം ഒഴിവാക്കി നിൽക്കുക. പ്രധാനമായിട്ടും ആസ് എ ടീം നമ്മളൊരു ടീമായിട്ട് മുന്നോട്ട് ഇറങ്ങി നിൽക്കും. ഞാൻ പറയാം, ഇതൊരു പലതരത്തിലുള്ള ടീമുകളുടെ ഒരു കൺസോർഷ്യമാണ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടീമുകളുടെ ഒരു കൺസോർഷ്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്റെ ടീമിനെ ഉയർത്തി കാണിക്കാം, മറ്റു ടീമിനെ താഴ്ത്തി കാണിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഇന്ത്യയുടെ ഒരു പഴയ ക്യാപ്റ്റൻ ഉണ്ട് MS ധോണി. പുള്ളിക്കാരന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മാച്ച് ഇന്ത്യ വിൻ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് മീഡിയാസിനെ കാണാൻ പോകുന്നതാരുമായിട്ടാണ്. അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള ആളെയും കൊണ്ടുപോകും. ഇവർക്ക് മാച്ച് തോറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് പോയിട്ട് ഇപ്പൊ ഓസ്ട്രേലിയ ആയിട്ടാണെങ്കിൽ കളി തോറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബോളർമാരൊക്കെ നല്ല അടി കിട്ടിയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ബോളർമാരെ കുറ്റം പറയില്ല. അദ്ദേഹം പറയുന്നത് എന്തായിരിക്കും, പിച്ചിലെ സ്വിങ്ങും അല്ലെങ്കിൽ പേസും കുറച്ചുകൂടെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് ഓസ്ട്രേലിയൻ ബോളർമാർക്കാണ്. സോ അതുകൊണ്ട് അവർ ജയിച്ചു. അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരുന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ബോളേഴ്സിനെ താഴ്ത്തി പറയത്തില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ടീം ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കൂട്ടി ഒരാളെ ചൂണ്ടിയിട്ട് കൈകൊണ്ട് പറയും. ഇത് എവിടെ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നതെന്ന് അറിയാമോ? ഈ ബ്ലെയിമിംഗ് എന്നൊരു സംഭവം നമ്മൾ കുഞ്ഞിനെ നടത്തൊക്കെ പഠിച്ച് ഓടി നടക്കുമ്പോഴേ എവിടെയെങ്കിലും മതിലോ അല്ലെങ്കിൽ മേശയിലോ കസേരയിലോ പിടിച്ച് താഴെ കഴിയുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് കരയുമ്പോൾ അച്ഛനോ അമ്മയോ അപ്പനോ ഓടി വന്ന് നമ്മൾ വാരി എടുത്തിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് അവർ കാണിക്കുന്ന സംഭവം നമ്മളെ കരച്ച് നിർത്താനായിട്ട് ആ മേശ കിട്ടോ കസേര കിട്ടോ രണ്ടടി കൊടുക്കും, അല്ലെ കാടിനോട് ചവിട്ടൊക്കെ ചവിട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണൊക്കെ തുടച്ചിട്ട് ആ സമയത്ത് ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്, എന്താണ് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആ വൃത്തികെട്ട കസേരയോ മേശയുമാണ് എന്നെ തള്ളി താഴെയിട്ട്. ഇപ്പോഴും നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറേ എന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല, ഒറ്റ കാരണമാണ് മൊത്തം ടീം പോയത്. അക്സെപ്റ്റ് ചെയ്യണം. തെറ്റ് പറ്റി കഴിഞ്ഞാൽ തെറ്റാണെന്ന് എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. പറ്റിക്കോട്ടെ. നമ്മൾ 5 കാര്യങ്ങൾ, പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ മനുഷ്യൻ, ഇപ്പോഴത്തെ മുമ്പിലത്തെ മനുഷ്യൻ കൊണ്ടുപോകുന്ന ഒരു സംഭവം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റേണ്ടതാണ്, മനുഷ്യന്റെ ക്ലൗഡിനെ മാറ്റണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പ്രെജുഡിസ് ആണ്. മുൻപിൽ ചില കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന സംഭവം ദൈവീത് മാറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജിമെന്റൽ മാറ്റണം. ഒരാളെ കാണുമ്പോൾ ഇപ്പൊ എന്നെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇപ്പൊ താഴെയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു തന്നെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എല്ലാവരും നോക്കിയ സമയത്ത് ഇങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എല്ലാവരും രൂക്ഷമായിട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അത്യാവശ്യം. ഇപ്പൊ എല്ലാവരും ഞാൻ ഇങ്ങനെ ഓരോരുത്തരും ഐക്കോണ്ടാക്കി നോക്കി ചെറിയൊരു ചിരി എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലായി ഇയാൾ വലിയ വിഷമുള്ള ജാതിയില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മനസ്സിലായി. സോ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടും ഒരു സിറ്റുവേഷൻ കണ്ടിട്ടും എന്ത് ചെയ്ത് ജഡ്ജ് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും, ആളുകളെ മനസ്സിലാക്കും, അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു തീരുമാനത്തിൽ എത്തുക എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഈ ബ്ലെയിമിംഗ് ആണ്. ബ്ലെയിം ചെയ്യാതിരിക്കുക, കൈ ചൂണ്ടി പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസസ് ആണ്. ഏറ്റവും കൂടുതൽ പറയുന്ന എക്സ്ക്യൂസ് എന്താണ്, എന്താ താമസം, സാറേ ലേറ്റ് ആയി, ബസ് കിട്ടിയില്ല, കൂട്ടുകാരനൊപ്പം വരുന്നത് സാർ ഏതോ ഒറ്റ ഒരുത്തം കാരണമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്റെ വൈഫിനോട് പറയുന്ന സമയത്ത് ഏണി പെട്ടു, ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒരു പുതിയ ഏണി വന്നിരുന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കാൻ എക്സ്ക്യൂസ് പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ, അന്തവും കുന്തവും ഇല്ലാത്ത ന്യായീകരണം. എന്തിനാണ് ഏതിനാണ് നമ്മൾ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന് പറഞ്ഞ സംഭവം. ഈ പറഞ്ഞ നിങ്ങൾ മാത്രമല്ല, ഞാനിത് ചെയ്യാറുണ്ട്. എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ 1 മാസം കഴിഞ്ഞ് പുള്ളിക്കാരി എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കൂട്ടുകാരൻ അനിയനുണ്ട്, ചന്ദ്രനാന്ന് പറയും. അപ്പൊ പുള്ളിയായിട്ട് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനൊരു ചായ കട നിർത്തിയ സമയത്ത് എന്തോ ഒരു കാര്യം പറയാം, ചായയുടെ വട എടുക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ചെറിയൊരു ആർഗ്യുമെന്റ് ഞാൻ പുള്ളിക്കാരി ആർഗ്യുമെന്റിലായ സമയത്ത് പുള്ളിക്കാരി ഉടൻ തന്നെ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, നമ്മുടെ ചന്ദ്രലാൽ നമ്മുടെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുത്താലും എങ്ങനെ ന്യായീകരണം, പിള്ളേരെ ക്ലാസ് എടുക്കുന്നവരെ ന്യായീകരിച്ചു. അപ്പോഴാണ് എനിക്ക് റിയലൈസ് ആയത് എന്താണ് ഞാനും ഇത് ചെയ്യാറുണ്ട്. സോ ഇപ്പൊ കുറയ്ക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല, കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറയുന്നത്